ഒന്ന് നിന്നേ. നിങ്ങൾ ആരോടെ സംസാരിച്ചെന്നറിയാമോ? മന്ത്രവാദിനെ കാണാൻ വന്ന ക്ലയൻസിനോട്. അല്ല ചേച്ചി, നീ ഒന്ന് ചുമ്മാതിരിക്കവിടെ. ഈ നിൽക്കുന്ന ആമിമോൾ ആരാന്നറിയാമോ? ചേച്ചി, മോളോട് കളിച്ചാലേ നിങ്ങളുടെ തലേ തൊപ്പി കാണില്ല പെണ്ണുപിള്ളേ. വൃത്തിയേട് കാണിച്ചിട്ട് വർത്തമാനം പറയുന്നോ? ആരാടി ഇവള്? ഞാൻ ആരും അല്ല. മോളെ ചേച്ചി ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? നിനക്കിട്ട് ഞാൻ തരാത്തതേ നിന്റെ വയറ്റിലൊരു കൊച്ചു കിടക്കുന്നുണ്ടാ. പിടിച്ചോണ്ട് വാ. ശപിച്ച പണ്ടാരടക്കി കളഞ്ഞേ. ഇനി നീ വാ തുറന്നാ മുട്ടുകാലടിച്ച് കേട്ടി ഞാൻ. മോള് ദത്തസാറിന്റെ ഭാര്യയാണെന്ന് തുറന്നു പറ. അത് ശരിയാവില്ല. പിടിച്ചോണ്ട് വാ. അതേ ശരിയാവും. ദത്തസാറിനെ എങ്ങനെയെങ്കിലും വിവരം അറിയിക്കേ. നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം. അതൊന്നും നടപ്പുള്ള കാര്യമല്ല. തെറ്റിണ്ടറിഞ്ഞ എന്നെ കൊന്നുകളയും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ചെല്ലട്ടെ, നമുക്ക് കൈക്കൂലി കൊടുത്ത് രക്ഷപ്പെടാം. എന്നാ പിന്നെ ഇപ്പൊ അങ്ങ് കൊടുക്ക്. അതിന് എന്റെ കയ്യിൽ കാശ് വേണ്ടേ ചേച്ചി? അവിടെ ചെല്ലുമ്പോ പിന്നെ എവിടുന്നാ കാശ്? അതപ്പോഴല്ലേ, അപ്പൊ നോക്കാം. വാങ്ങോട്ട്. വണ്ടി എടുക്കണം. ശപിക്കൂന്ന് പറഞ്ഞാ ഞാൻ ശപിക്കും. മിണ്ടാതിരുന്നില്ലേ ചവിട്ടി ഞാൻ റോഡിൽ കളയും. വാ അടക്കി തള്ളേ. തനിക്ക് സ്നാക്സ് വല്ലതും വേണോ? വേണ്ട, അതൊക്കെ വേണമെങ്കിൽ കഴിച്ചോ. ഏയ്, എനിക്ക് വേണ്ട. താൻ കുടിക്ക്. ഉമാദത്ത് സാറാണല്ലോ. സാർ, എന്തായിടോ? ആ മന്ത്രവാദ കേന്ദ്രത്തിൽ നിന്ന് റെയ്ഡ് നടത്തിയിട്ട് വരുന്ന വഴിയാ സാർ. എന്നിട്ടെന്തായി? എല്ലാത്തിനെ പൊക്കിയോ? പൊക്കി സാർ. 3 പേരുണ്ട്. 2 പേര് ക്ലയൻസാ. ഒന്നിനെ വെറുതെ വിടരുത്. ചെയ്യുന്നവരെയും ചെയ്യിക്കുന്നവരെയും ഒരുപോലെ കൈകാര്യം ചെയ്യണമെന്നാ വകുപ്പ് തല തീരുമാനം. ശരി സാർ. ഒരു ദയം വേണ്ട. നന്നായി കൊടുത്തല്ലോ അല്ലേ? അത്യാവശ്യം കൊടുത്തു. ബാക്കി സ്റ്റേഷനിൽ ചെന്നിട്ട്. ശരി. ശരി സാർ. ഓരോ ഉടായ്പും മന്ത്രവാദിനികളും. ഇങ്ങനെയുള്ള അനാശാസ്യ പ്രവർത്തനം നടത്തുന്ന മുഴുവൻ കേന്ദ്രങ്ങളും പിന്നെ ബ്ലേഡ് പലിശയ്ക്ക് കാശ് കൊടുക്കുന്ന മുഴുവൻ എണ്ണത്തെയും പൊക്കാനാ തീരുമാനം. നാട് നന്നാക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ പോലീസുകാരൊന്ന് നോക്കട്ടെ. ആ കൈക്കൂലിയുടെ കാര്യം ഇപ്പൊ പറഞ്ഞോളെ, അല്ലെങ്കിൽ കംപ്ലീറ്റ് കുളവാങ്ങും. ദത്ത സാർ നമ്മളെ കണ്ട. ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് എങ്ങനെയാ പറയുന്നേ? അവിടെ ചെല്ലട്ടെ, നമുക്ക് വഴിയുണ്ടാക്കാം. എന്താ രണ്ടും കൂടി ഒരു പുറുപുറുപ്പ്? വണ്ടിയിൽ നിന്ന് എടുത്തു ചാടാനോ മറ്റാണോ പരിപാടി? ചാടിയാൽ ഓടിച്ചിട്ട് വണ്ടി ഇടിപ്പിച്ച് കൊന്നുകളയും രണ്ടിനെയും. ഈശ്വര, പെട്ടല്ലോ നമ്മള്. അയ്യോ, എനിക്ക് ദാഹിക്കുന്നേ. അയ്യോ, ഓടി വായോ. പെണ്ണുപിള്ളേ, ദാഹിക്കുന്നേ. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയ വാക്കകത്ത് വല്ലോ ഞാൻ കുത്തിക്കയച്ചു. മിണ്ടായിരുന്നു അവിടെ. ഞാൻ സത്യം പറഞ്ഞതാണേ, എന്റെ ഷുഗർ ഡൗൺ ആയി.
എനിക്ക് എന്തെങ്കിലും വെള്ളം വാങ്ങിച്ചതായോ? അല്ലെങ്കിൽ ഞാനിപ്പോ ചത്തുപോവേ. കിടന്ന് അലറാതെ തള്ളേ, വാങ്ങിച്ചു തരാം. അയ്യോ. ആ, ദോ, ഏതെങ്കിലും കടയുടെ മുന്നിൽ വണ്ടി നിർത്ത്. എന്നിട്ട് വല്ല നാരങ്ങ വെള്ളം വല്ല മേടിച്ചു കൊടുക്ക. ശരി മാഡം. തള്ളയുടെ തൊണ്ട ഒന്ന് അടങ്ങട്ടെ. രണ്ട് ചോക്ലേറ്റ് കൂടി മേടിച്ചോ പോലീസുകാരാ? ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോവല്ലേ. മിണ്ടാതിരിക്കും തള്ളേ. പഞ്ചാര ഇനിയും താണാ കഴിക്കാൻ വേണ്ടിയാണേ.